നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസിൻ്റെ എനർജി പിക്ക് ചെയ്ത് ചോദിക്കുന്നു. എൻ്റെ വ്യൂസിൻ്റെ കരിയറിൽ എന്ത് മാറ്റമാണ് ഉടൻ തന്നെ വരാൻ പോകുന്നത്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ചലഞ്ചാണ് കരിയറിൽ ഫേസ് ചെയ്യുന്നത്? ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? യൂണിവേഴ്സൽ ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ കരിയറിൽ വരുന്ന ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, ഇവിടെ 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവ്യക്തമായിരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിരുന്ന സിറ്റുവേഷനുകൾ, ചില വ്യക്തികളുടെ വാക്കുകൾ, നിങ്ങളുടെ തന്നെ ഓവർ തിങ്കിങ്ങുകൾ, ഈ തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് മാറുന്ന ഒരു ബ്ലെസ്സിങ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത്രയും നാൾ നിങ്ങളൊരു ഇല്യൂഷനിലായിരുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ആ ചിന്തകളെല്ലാം നിങ്ങൾക്ക് മാറുന്നുണ്ട്. ചില വ്യക്തികളാണെങ്കിൽ നിങ്ങളെ തടസ്സപ്പെടുത്തി നിന്നിരുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുന്ന ബ്ലെസ്സിങ് ആണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്താണ് എന്ന് ചോദിക്കുന്നതിൽ ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ചില വ്യക്തികൾ ഇവിടെ തേർഡ് പാർട്ടീസിനെ കാണിക്കുന്നുണ്ട്. ചില വ്യക്തികൾ അതിനെതിരായിട്ട് നിൽക്കുന്നതായിട്ടുള്ള എനർജി വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക്, ജോലി സംബന്ധമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് ചില വ്യക്തികളുടെ നെഗറ്റീവ് കണ്ണുകൾ, ദുഷ്ട കണ്ണുകൾ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു ഡബിൾ കണ്ണുകൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ട് ഉണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. അതെങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നോക്കിയല്ലോ എനിക്ക് വേണ്ടി ദോഷം ചെയ്യുമോ എന്നുള്ള രീതിയിൽ നിൽക്കാതെ നിങ്ങൾ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് തന്നിരിക്കുന്ന യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ദൈവം തുറന്നു കഴിഞ്ഞാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, ദൈവം അടച്ചു കഴിഞ്ഞാൽ ആർക്കും തുറക്കാനും സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണ്? നിങ്ങൾ നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു സ്റ്റക്കിൽ നിന്ന് നിങ്ങൾക്ക് അവയർനെസ് ലഭിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളൊരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി നൽകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുവാൻ മറന്നു പോകരുതേ. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ശുഭദിനം.